ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് മെയ് 21 നാഷണൽ ആൻറ്റി ടെററിസം ഡേ. നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ആചരിക്കുന്നത്. ജസ്റ്റിസ് ഫോർ വിക്ടിംസ്, കമ്പാഷൻ ഫോർ ഓൾ, ഹീലിംഗ് ദ വൂണ്ട്സ് ഓഫ് ടെറർ എന്നതാണ് ഈ ദിനത്തിൻ്റെ തീം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചും 1991 മെയ് 21 കുറിച്ചും വിശദമായി സംസാരിക്കാം. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും മൂത്ത മകനായ രാജീവ് 40-ാം വയസ്സിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നത്. ഒരു പ്രൊഫഷണൽ പൈലറ്റായിരുന്ന അദ്ദേഹം തൻ്റെ സഹോദരനായ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അധികാരം കുടുംബത്തിൽ തന്നെ നിൽക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് തോന്നിക്കാണും. സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന അമേത്തി ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ രാജീവ് ഗാന്ധി ലോക്സഭാംഗമായി. 1984 ഒക്ടോബർ 31 രാവിലെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. അവരുടെ അംഗരക്ഷകരായിരുന്ന സത്വന്ത് സിംഗും BN സിംഗുമായിരുന്നു ഘാതകർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെതിരെയുള്ള അവരുടെ പ്രതിഷേധം നഷ്ടപ്പെടുത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും വേറൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ടായിരുന്നിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അന്നു തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആ വർഷം ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 411 സീറ്റുകൾ നേടി കോൺഗ്രസ് രാജീവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറി. അങ്ങനെ 1984 മുതൽ 89 വരെ അധികാരത്തിലിരുന്ന രാജീവിൻ്റെ ഭരണത്തിന് കുറച്ചധികം കടമ്പകൾ കടക്കേണ്ടതായി വന്നു. 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, 85 ഷാബാനോ കേസ്, 86 കാശ്മീർ റൈറ്റ്സ്, ഇതിലെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായ ശ്രീലങ്കൻ ഇടപെടൽ. 1987 ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിലേക്ക് അദ്ദേഹം അയച്ചു. അതുവഴി LTTയുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ അദ്ദേഹവും ഉൾപ്പെട്ടു. IPKFനെ കുറിച്ചും LTTയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും വേറൊരു എപ്പിസോഡ് ചെയ്യാം നമുക്ക്. 1987 അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കൈപ്പേറിയ ഒരു എപ്പിസോഡ് അരങ്ങേറുന്നത്. ബൊഫോഴ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ആയുധ കരാറിൽ ബൊഫോഴ്സ് AB എന്ന ആംസ് മാനുഫാക്ചറർ കോടികളുടെ കൈക്കൂലി ഇന്ത്യൻ നേതാക്കൾക്ക് നൽകി എന്നതായിരുന്നു ആരോപണം. 1989 നടന്ന ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലവിൽ വരികയും ചെയ്തു. VP സിംഗിൻ്റെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്. രാമരഥയാത്രയെ സപ്പോർട്ട് ചെയ്തില്ല എന്ന കാരണത്താൽ BJP നൽകിയിരുന്ന സപ്പോർട്ട് പിൻവലിക്കുകയും സർക്കാർ നിലംപരിശാവുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ജനറൽ ഇലക്ഷൻ 1991. ആ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഇടയിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എന്ന സ്ഥലത്ത് രാത്രി 10 മണിയോടെ ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. LTT അംഗമായിരുന്ന തേൻമൊഴി രാജരത്നം അഥവാ തനു മനുഷ്യ ബോംബായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുകയും കാൽ തൊട്ട് വന്ദിക്കാനെന്ന വ്യാജേന കുനിഞ്ഞ് തൊട്ടടുത്ത നിമിഷം നടന്ന സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധിയും തൊട്ടടുത്തു നിന്ന് 15ഓളം പേരും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ റിമൈൻസ് ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ആൻഡ് ഇറ്റ് വാസ് ക്രിമേറ്റഡ് അറ്റ് വീർഭൂമി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന കേസും സുപ്രീം കോടതി തീരുമാനങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അറസ്റ്റ് ചെയ്യപ്പെട്ട 41 പേരിൽ 26 പേരെ 1998 ടാഡ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. 1999 അതിൽ 19 പേരെ സുപ്രീം കോടതി വിട്ടയച്ചു. 7 പേരിൽ 5 പേരുടെ, അതായത് മുരുകൻ, ശാന്തൻ, പേരറിവാളൻ, നളിനി എന്നിവരുടെ വധശിക്ഷ ശരിവയ്ക്കുകയും ബാക്കി 2 പേരുടെ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്ത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആക്കുകയും ചെയ്തു. പിന്നീട് 2000 നളിനിയുടെ വധശിക്ഷയും 2014 ബാക്കിയുള്ളവരുടെ ശിക്ഷയും കമ്മ്യൂട്ട് ചെയ്തു. പിന്നീട് സുപ്രീം കോടതിയുടെ 2022 ആദ്യം പേരറിവാളനും പിന്നീട് ബാക്കിയുള്ളവരും ജയിൽ മോചിതരായി. രാജീവ് ഗാന്ധി വധം പ്രമേയമാക്കി ഒരുപാട് ഡോക്യുമെൻ്ററികളും സിനിമകളും നിർമ്മിക്കപ്പെട്ടു.